All right, what do we got? ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഇൻസോമാനിയാക്കിൻ്റെ തന്നെ ലേറ്റസ്റ്റ് ഗെയിമായ മാർവൽ സ്പൈഡർമാൻ 2ൻ്റെ ഒരു മിനി റിവ്യൂയിലേക്കായിരിക്കും. ഈ ഗെയിം റിലീസായിരിക്കുന്നത് ഒക്ടോബർ 2023 അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് 1 ഇയർ കഴിഞ്ഞിട്ടും ഈ ഗെയിം റിവ്യൂ ചെയ്യുന്നത് എന്തിനാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഇറങ്ങിയിരിക്കുന്ന സമയത്ത് ഇതൊരു പ്ലേ സ്റ്റേഷൻ എക്സ്ക്ലൂസീവ് ഗെയിമായിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് PS5 ഉള്ളവർക്ക് മാത്രം കളിക്കാൻ പറ്റുന്നൊരു ഗെയിമായിട്ടാണ്. എന്നാൽ PC ഗെയിമേഴ്സിന് ഈ ഗെയിം വിൻഡോസിൽ റിലീസായിരിക്കുന്നത് ഈ കഴിഞ്ഞ ജനുവരി 30 ആയിരുന്നു. ഞാനൊന്നും കൂടിയും പറയുന്നത് ഇത് വിൻഡോസിൽ അല്ലെങ്കിൽ PC-യിൽ ഒഫീഷ്യലായിട്ട് ഇറങ്ങിയ ഡേറ്റാണ് ഞാൻ പറഞ്ഞത്, ഈ ജനുവരി 30. നമ്മളെന്തായാലും ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ വോക്ക് ത്രൂ ഗെയിം പ്ലേ ഒന്നും നമ്മളിതിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഞാൻ കളിച്ച് കഴിഞ്ഞ ഗെയിമാണിത്. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അധികമായി കാണുക തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിൻ്റെ ഒരു ഓവറോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിം ഐ എവർ പ്ലേഡ്. അതുപോലെ തന്നെ ഇതുവരെ ഇറങ്ങിയ സ്പൈഡർമാൻ ഗെയിമിംഗ് സീരീസിൽ തന്നെ ഏറ്റവും മികച്ചൊരു ഗെയിം ഇത് തന്നെയായിരിക്കും. നമുക്ക് ഈ ഗെയിമിൻ്റെ ഒരു ബേസിക് സ്റ്റോറി ലൈൻ എന്താണെന്ന് നോക്കാം. സോ ബേസിക്കലി ഇതിൻ്റെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ ഹാരിക്കൊരു അസുഖമുണ്ട്, അത് മാറാൻ വേണ്ടിയിട്ട് വെനത്തിൻ്റെ സഹായം തേടുന്നു. പിന്നീട് വെനം സ്പൈഡർമാനിലേക്ക് മാറുന്നു. അങ്ങനെ പിന്നെ സ്പൈഡർമാൻ വെനം തമ്മിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൽ വരുന്ന വേറെ മറ്റു ക്യാരക്ടേഴ്സ്, അതായത് ക്രേവൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു മാർവൽ സിനിമ കണ്ടിട്ടുണ്ടാവും. ആ ക്രേവനും ഈ ക്രേവനും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് രണ്ട് യൂണിവേഴ്സിലാണ് നടക്കണേ. കാരണം എന്താ വെച്ചാൽ ഈ ക്രേവൻ എന്ന് പറഞ്ഞാൽ കൊടൂര വില്ലൻ. അതായത് ഇയാൾക്ക് ശത്രുക്കൾ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം തേടി പിടിച്ച് അവരെ കൊല്ലുക. അതെത്ര പവറുണ്ടോ ഇല്ലയെന്നുള്ളതാണ് പ്രശ്നം. ഇയാൾക്ക് അവരെല്ലാവരും ഹണ്ട് ചെയ്യുക. അതാണ് ഈ ക്രേവൻ, സൂപ്പർ വില്ലനായിട്ടുള്ള സ്പൈഡർമാൻ യൂണിവേഴ്സിലുള്ള ഒരു ക്രേവൻ. മറ്റേതൊരു നന്മയും തിന്മയും ഒക്കെ നിറഞ്ഞ ഒരു ന്യൂട്രൽ ക്യാരക്ടർ പോലെയാണ് ആ ക്രേവൻ നിൽക്കുന്നത്. സോ ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ സാൻഡ്മാൻ എന്ന ക്യാരക്ടർ എല്ലാവർക്കും പരിചയമുള്ള ക്യാരക്ടർ തന്നെയാണ്. അതായത് അത്യാവശ്യം നല്ലൊരു റോൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഗെയിം തുടങ്ങുന്നത് തന്നെ പുള്ളിക്കാരുമായിട്ടുള്ള ഫൈറ്റിൽ നിന്നാണ്. അത്യാവശ്യം നല്ലൊരു ഫൈറ്റ് തന്നെയായിരുന്നു അത്. അതുപോലെ തന്നെ ഹാരിയും MJയും തമ്മിലുള്ള റിലേഷൻ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഹാരിയും പീറ്ററും തമ്മിലുള്ളത് ഒരു ഫ്രണ്ട്ഷിപ്പ് അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെ. അതൊന്നും കൂടി അവർ സ്കൂൾ കാലഘട്ടവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇവർ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്കിതിൽ ഏറ്റവും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മൈൽസും പീറ്ററും തമ്മിൽ കുറച്ച് ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കറക്റ്റ് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിരുന്ന കാര്യങ്ങൾ നമുക്കത് കാണുന്ന നമുക്കതൊരു ഫീൽ, അങ്ങനെ അവർ തമ്മിലുള്ള ബോണ്ടിങ് നമുക്ക് ഒരു ബിഗ് ബ്രദർ അല്ലെങ്കിൽ ഒരു മെൻ്റർ ബോണ്ടിങ് നമുക്ക് ഫീൽ ആയിട്ടുണ്ട്. അതിൽ അവർ വിജയിച്ചിട്ടുണ്ട് തന്നെ പറയണം. അതുപോലെ തന്നെ ഈ ലീ എന്ന് പറയുന്ന ക്യാരക്ടർ ആയിരിക്കും പോലെ തന്നെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റൊക്കെ അവസാനമാകുമ്പോൾ അതിഗംഭീരമായിരുന്നു. ഇത് കൂടാണ്ട് വേറെ ക്യാരക്ടേഴ്സൊക്കെ ഇതിൽ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് സ്റ്റോറി സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. നമ്മൾ ഗെയിം പ്ലേ നോക്കുമ്പോൾ നിങ്ങൾ അറിയാലോ, ഒന്നും AAA ഗെയിമാണ്, പ്ലേ സ്റ്റേഷൻ എക്സ്ക്ലൂസീവ് ഗെയിമാണ്. അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വേറെ ലെവൽ തന്നെയാണ്. അതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഫൈറ്റും കാര്യങ്ങളും നമുക്ക് കുറേ സ്കില്ലും കാര്യങ്ങളും. എനിക്ക് പേഴ്സണലി ഞാൻ തൊട്ട് മുന്നേ കളിച്ച മൈൽസ് മൊറാൽസിനെക്കാട്ടും എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഒബിയസ്ലി മൈൽസ് മൊറാൽസ് 2020 ഇറങ്ങിയത്, ഇത് 2023 ഇറങ്ങിയത്. സോ ഇതെന്തായാലും അതിനെക്കാട്ടും ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൽ പല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് ഒരു ഗ്ലൈഡിങ് ഓപ്ഷൻ ഉണ്ട്. അത് വെറുതെ വെച്ചേക്കുന്നതല്ല, അത് ഉപകാരമുണ്ട്. നമുക്ക് മിഷൻ കളിക്കുമ്പോഴും എല്ലാത്തിനും ഉപകാരം, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയായിരുന്നു അത്. അതുപോലെ ഇതിൽ സ്യൂട്ടുകൾ പല സ്യൂട്ടുകളാണ് ഇതിലുള്ളത്. സ്യൂട്ടിൻ്റെ ലുക്കായാലും അതൊരു വെറൈറ്റി സ്യൂട്ടുകളൊക്കെ തന്നെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇത് അതുപോലത്തെ ഒരു ഫാസ്റ്റ് ട്രാവൽ ഫീച്ചർ ഇതിൽ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ സൂം ചെയ്യുന്നതിനനുസരിച്ചിട്ട് തന്നെ ആ ലൊക്കേഷനിലേക്ക് എത്തുന്ന ഒരു ഫീച്ചറായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. അതിനകത്തങ്ങനെ വേറെ ഗെയിമിലൊന്നും ഇങ്ങനൊരു ഇതിൽ ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ സൂം ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിലേക്ക് എത്തൽ. അത് ഞാൻ വിട്ടുപോയതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു ഗെയിമിലാണ്. പിന്നെ കോമ്പാക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് മുമ്പ് കളിച്ചിട്ടുള്ള സ്പൈഡർമാനൊക്കെ പോലെ തന്നെ ഇൻക്രീസ്ഡ് ഗ്രാഫിക്സ് ഉണ്ട്, കുറച്ച് സ്കിൽസ് കൂടിയിട്ടുണ്ട്, കുറച്ച് ഡീറ്റെയിലും കൂടിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ, അല്ലാണ്ട് അത് അത്രമാത്രം വ്യത്യാസങ്ങളൊന്നും ഈ ഇതുവരെ ഇറങ്ങിയ സ്പൈഡർമാൻ തമ്മിലൊന്നും വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ബോസ് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇതാണോ എനിക്ക് ഞാൻ കളിച്ചതിൽ വെച്ചിട്ട് ഒന്നും കൂടി ഇഷ്ടം തോന്നിയത് ഈ ഒരു സ്പൈഡർമാൻ 2 എന്ന ഗെയിമിലത്തെ ബോസുകളെ ഫൈറ്റൊക്കെയാണ്. ഡിഫിക്കൽട്ടി നോക്കുകയാണെങ്കിൽ സാധാരണ ഞാൻ ഗെയിമെല്ലാം കളിക്കുമ്പോൾ ഒരു ഏറ്റവും ടഫ് കൂടിയ ഡിഫിക്കൽട്ടിയാണ് കളിക്കാറ്. പിന്നെ ഒരു 2-3 ലെവലൊക്കെ കഴിയുമ്പോൾ മനസ്സിലാവും ഇത് എന്നെ കൊണ്ട് പറ്റില്ല, അപ്പം മെല്ലെ ഞാൻ ഡിഫിക്കൽട്ടി കുറയ്ക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു ഗെയിമിൽ എനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണം 8 ഡിഫിക്കൽട്ടിയിൽ തന്നെയാണ് ഞാൻ അവസാനം വരെ കളിച്ചത്.
ബോസ് ഫൈറ്റിൽ എല്ലാവരും അത് കുറച്ച് ടഫ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 4-5 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് അവരൊക്കെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. സോ ഓവറോൾ ഇതൊരു നല്ലൊരു ഗെയിം തന്നെയാണ്. ലൈക്ക് അധികം വയലൻസും കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ എൻ്റർടൈനിങ്ങും ആണ്. പിള്ളേർക്കൊക്കെ ഇച്ചിട്ടൊക്കെ നമുക്ക് കളിക്കാൻ പറ്റും. നമുക്കറിയാം ഈ ഗോസ്റ്റ് ഓഫ് സുഷിമ അല്ലെങ്കിൽ ഗോഡ് ഓഫ് വാർ, എൽഡർ റിംഗ്, ഇതിൻ്റെയൊക്കെ വയലൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വയലൻസാണ്. അതിൻ്റെ ഒന്നും അയലത്ത് പോലും ഈ ഒരു ഗെയിമിൽ വയലൻസ് ഇല്ല. എന്ന് വെച്ച് ഗെയിം എൻ്റർടൈൻമെൻ്റ് അല്ല എന്നല്ല പറയണം, നല്ല രീതിയിൽ എൻ്റർടൈൻമെൻ്റ് ആണ്. എന്തായാലും മസ്റ്റായിട്ട് കളിച്ചിരിക്കേണ്ട ഒരു ഗെയിം തന്നെയാണ് ഈ സ്പൈഡർമാൻ 2 എന്ന് പറയുന്ന ഗെയിം. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഒരു മാർവൽ സ്പൈഡർമാൻ 2 കളിച്ച് കഴിഞ്ഞതെന്ന് എനിക്ക് തോന്നിയ, അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ. ഈ ചാനലിലത്തെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. കുറേ കാര്യം മിസ് ചെയ്തിട്ടുണ്ട്, കുറേ കാര്യം പറഞ്ഞതിൽ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. സോ ഇനി വരുന്ന വീഡിയോസിൽ അതെല്ലാം പരിഹരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു PC റിക്വയർമെൻറ്റിൻ്റെ ഒരു ഫോട്ടോ, അതായത് ഏത് സ്പെക്കൊക്കെ വേണം ഗെയിം കളിക്കാൻ, മിനിമം സ്പെക്കും മാക്സിമം സ്പെക്കും എന്നൊക്കെ ഒരു ലിസ്റ്റ് ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്തൊരു വീഡിയോ ഒരു മൈൽസ് മൊറാൽസിൻ്റെ വീഡിയോ, ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ടാണ് അതിൻ്റെ മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉടനെ തന്നെ ആ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.